ജനവിരുദ്ധ നയങ്ങളെ ചെറുക്കാൻ ഒന്നിച്ചണിനിരക്കണമെന്ന ആഹ്വാനത്തോടെ NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രത്തിലെ ജനവിരുദ്ധ ശുപാർശകൾ തള്ളിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കോട്ടയത്തായിരുന്നു സംഘടനയുടെ സമ്മേളനം നടന്നത്. ജനവിരുദ്ധ നയങ്ങളെ ചെറുക്കണമെന്നും കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ ഒന്നിച്ചണിനിരക്കണമെന്നും കേരള NGO യൂണിയൻ 63ാമത് സംസ്ഥാന സമ്മേളനം പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രത്തിലെ ജനവിരുദ്ധ ശുപാർശകൾ തള്ളിക്കളയണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. വർഗസമരവും വർഗീയതയും എന്ന വിഷയത്തിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ് പ്രഭാഷണം നടത്തി. വിശ്വാസം വ്യക്തിയുടെ ഒരു വ്യക്തിപരമായ പ്രശ്നമായിട്ടാണ് കാണുന്നത്. ആ വിശ്വാസി എന്ന നിലയിലുള്ള ഒരു സമൂഹമുണ്ട്, വിശ്വാസ സമൂഹമുണ്ട്. ആ സമൂഹത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് സമൂഹം നിൽക്കുന്നതെങ്കിൽ ആ സ്വത്വത്തെ, മതപരമായ സ്വത്വത്തെ, ഐഡന്റിറ്റിയെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് വർഗീയത ചെയ്യുന്നത്. വർഗീയവാദി ഈ വിശ്വാസത്തെ അധികാരം പിടിച്ചെടുക്കുമെന്നുള്ള ഉപകരണമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ലോകമായ സ്ഥലമാണ്, അങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും തിരിയാൻ പോകുന്ന ഒരു ഇടമാണ്. അത് ഏത് വിശ്വാസമല്ല, ആ വിശ്വാസത്തെ ഉപയോഗിക്കാൻ വർഗീയവാദിക്ക് എളുപ്പത്തിൽ കഴിയുന്നു. അത് ഈ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷം അതിന്റെ പശ്ചാത്തലം ഒരുക്കുകയാണ് ചെയ്യുന്നത്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ജനറൽ സെക്രട്ടറി MV ശശിധരൻ മറുപടി പറഞ്ഞു. വനിതാ സബ് കമ്മിറ്റി സംസ്ഥാന കൺവീനറായി AN സിജിമോളെയും ജോയിന്റ് കൺവീനർമാരായി V. ഷിജി, K. ഷീബ എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ അധ്യക്ഷനായി. കൈരളി ന്യൂസ്, കോട്ടയം.